ഹായ് ഫോക്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഉത്രാടാണ്. നമ്മളവിടെയാണ് ഉത്രാടം കഴിക്കാറ്. റിലേറ്റീവ്സ് എല്ലാവരും നമ്മളെ വീട്ടിലേക്കാണ് വരിക. ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആയപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഇടാറ്. നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒരു 80ഓളം പേരുണ്ടായിരിക്കും. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അവിയലായിട്ടുണ്ട്, അതേപോലെ പച്ചടി, കിച്ചടി, ഇഞ്ചിത്തൈര്, പിന്നെ അതേപോലെ പുളിയഞ്ചിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് പരിപാടി. ഇനി ബാക്കിയുള്ള പരിപാടികളിലാണ്. ചെറുമങ്ങൾ എന്താ ഉണ്ടാക്കണേ? ഞാൻ ഓലരി പുള്ളി ഇട്ടാണൊന്നും കാണുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചോറ് വയ്ക്കാൻ അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. നമ്മളെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇപ്പോൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഊറ്റാനായിട്ടില്ല, അതിന് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഭയങ്കര കാക്കകളെ കൊണ്ടൊരു രക്ഷയില്ല, ഭയങ്കര സൗണ്ടാണ്. ഇവിടെ ഫുള്ള് കാക്കകളാണ്. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഈ ചോറൂറ്റിൽ കഴിഞ്ഞിട്ട് വേണം പായസം വെക്കാൻ. അപ്പോൾ നമ്മളെ പൂക്കളത്തിൻ്റെ വർക്ക് ഫിനിഷ് ആയിരിക്കണം. ഇതാണ് നമ്മളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ റിസൾട്ട്. മനസ്സിലായോ? നമ്മളപ്പോൾ ഉത്രാടം നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ കരുതിയിട്ടാണ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മൊത്തം ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഏകദേശം എല്ലാവരും വന്നു പോയി. ഇപ്പോൾ ഇനി കുറച്ച് പേരും കൂടെ വരാണ്ട്, അവർ വൈകിട്ടാണ് വരിക. ഈ വീഡിയോ അധികം ലെങ്തി അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുവോണം കൂടി ഇതിൽ ആഡ് ചെയ്യും, എന്നിട്ടേ വൈൻഡപ്പ് ചെയ്യുള്ളൂ. കാരണം നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആവുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു, ഓരോ കാര്യത്തിനും കൂടി നടക്കാനൊക്കെ. കറിയാണോ? പായസമാണോ? പായസം ആക്കണത് കുടിച്ചിട്ട് ഞാൻ തരാം കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. മതി, ശരിക്കും കോര്. ഇന്ന് തിരുവോണമായിട്ട് നമുക്ക് വല്യച്ഛന്മാരെ അവിടെയായിരുന്നു ഓണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി സദ്യയൊക്കെ കഴിച്ച്. 2 വല്യച്ഛന്മാരെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി പൂക്കളൊക്കെ ഇട്ടു. ഇപ്പം സദ്യയൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇന്ന് പായസം, ചെറുപയറും അതേപോലെ തന്നെ അരിയായിരുന്നു ഒരു സ്ഥലത്ത്. നാളികേരപ്പാലിലായിരുന്നു പായസം. നമ്മൾ ഇന്നലെ കഴിച്ചത് അടയായിരുന്നു, അത് പാൽപ്പായസമായിരുന്നു. രണ്ടും നല്ല വ്യത്യാസമുള്ള ടേസ്റ്റാണ്. എന്താന്നാവോ, ഫുൾ ബ്ലോക്കാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ആണോ? വണ്ടി പോരുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. ഓ, ആ വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, പാടത്തേക്ക് പോയിട്ട്. അതിന്റെ ബ്ലോക്കായിരുന്നു അല്ലേ വണ്ടി അങ്ങനെ പോയത്. ഷോ, ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ, കാരണം അവിടെ വേറെ അധികം ആഴമൊന്നുമില്ല. ഈ വളവിന്റെ പേരെന്താ അറിയാം നമുക്ക്? എന്താ അങ്ങനെ താടി വളവ്? താടീൻ്റെ പോലത്തെ വളം ഉണ്ടായിട്ട് താടി നെസ്തിട്ട പോലെയാണോ?
പെയ്യാതൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ തിരുവോണാകെ. അതാണ് ഇന്നലെയൊക്കെ പെയ്തെങ്കിലേ നമ്മളെ വീട്ടിൽ അത്രയും ആൾക്കാർ വന്നിട്ട് ഫുഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തായാലും രക്ഷപ്പെട്ടു. അത്തത്തിനൊക്കെ നല്ല മഴയുന്നില്ലേ. അതായിരിക്കണം. അത്തം കറുത്ത ഓണം വെളുക്കുന്നാണല്ലോ. ഓണം എന്തായാലും വെളുത്തു. ഇന്ന് പെയ്യാൻ വലിയ ചാൻസ് ഒന്നുമില്ല അല്ലേ, മൂടി നിൽക്കുന്നുണ്ടെന്നല്ലാതെ. എന്നാലും ഇതേപോലെ മൂടിയിരുന്നല്ലോ. ഇപ്പൊക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നു. വീട്ടിൽ പോയിട്ട് എന്താ പ്ലാൻ? ഒരിക്കറിയൊന്നുമില്ല, അവരോട് വീഡിയോ എടുക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി കാണുമ്പോ എല്ലാരും കൂടി ഓടുമെന്നാവോ. അല്ല, ചിലപ്പോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഇത്രയും ദിവസത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു മല അവിടെ കണ്ടിട്ടില്ലല്ലോ. അത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ലേറ്റ് ആയിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇതിലെ ഒരു എന്താ പറയാ കാലാവസ്ഥ. നമ്മൾ ഇത്രയും ദിവസം അവിടെ പോന്നിട്ട് ഇങ്ങനെ ആ ഒരു വ്യൂ കണ്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം ആണല്ലോ അത്. എന്നിട്ട് എന്താ പറയാ, ഓരോടം പാലല്ലോ. വണ്ടി വിറകൊണ്ടോണത് ചാടിയത് എവിടെയെങ്കിൽ നിർത്തിട്ട് ഓരറിഞ്ഞിട്ടുണ്ടാവുകളെ. നിങ്ങളെവിടെ എത്തിയേ? പൂന്താനെത്തില്ലേ? ഇങ്ങോട്ട് പറഞ്ഞു. ഇതല്ലേ പൂന്താന ക്ഷേത്രം? ഇല്ലേ അവിടെ തന്നെ? ഇവിടെ കുറച്ച് ഉള്ളിക്ക് പോണം തോന്നിട്ടല്ലേ. അത് കവാടാണ്, ഓപ്പൺ ആണ്. ഇന്ന് ഓണായിട്ടായിരിക്കും, തിരുവോണായിട്ടായിരിക്കും. മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊരു പ്രശസ്തനായ കവിയായിരുന്നു അല്ലേ പൂന്താനം നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ഇല്ലാണ്. പിന്നെ എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ട് തോന്നുന്നുണ്ട് ഈ അമ്പലത്തിനും ഇല്ലത്തിനും ഒക്കെ ആയിട്ട്. എന്ത് ഭംഗിയില്ലേ ആകാശം നോക്കി. ഇപ്പൊ വെയിലുമായി. ഫോണ് ചാടി അതിന്റെ ഉള്ളിലേക്ക്. ഇല്ലത് കാണാനില്ലേ? ഇല്ല. പിന്നെ വണ്ടിന്റെ പൊട്ടത്തരായി പറയുന്നേ. ഇവിടെ ഇപ്പൊ ചാടിയ സാധനം കാണണ്ടേ? ആ സീറ്റിന്റെ ചോട്ടിലുണ്ടാവും. അവിടെ പോയിട്ട് എടുക്കാം. ഇവിടെ ഒരു മലല്ലേ, നമ്മൾ ഇന്നാള് വന്നപ്പോ കണ്ടില്ലായിരുന്നു. ഇന്നാള് വന്നപ്പോഴല്ല, എപ്പോഴും കാണലുണ്ട്. പക്ഷെ അതിന്റെ ഭംഗി കാണണമെങ്കിൽ സൂപ്പറല്ലേ. ഇവിടെ ഗേറ്റ് അടവാണ് ഗൈസ്. പക്ഷെ നമ്മൾ അവരൊക്കെ പറ്റിച്ചു കൊണ്ട് മുന്നേറുകയാണ്. കാരണം നമ്മളെന്താണ് ഇവിടെ തിരിയാളാണ്, നമുക്ക് അങ്ങോട്ട് പോണ്ടല്ലോ. സൈഡാക്കി നിർത്താൻ സ്ഥലം ഉണ്ടാവും. ഏട്ടാ നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാഴ്ചയല്ല ഇപ്പൊ കണ്ടത്. ആ പൂവുണ്ടായത് കഴിഞ്ഞ തവണ വന്ന സമയത്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പൂവിട്ടപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട്. റോഡ് വക്കത്ത് രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് പൂവിട്ടിട്ടുണ്ട്.
സ്ഥലം മുള്ളിയകുറിശിയാണ് വരുന്നത്. മുള്ളിയകുറിശി ശാന്തപുരം കോളേജിന്റെ അടുത്ത്. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പൂക്കള് പറിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാവും. പിന്നെ അതിലെ പോണവരൊക്കെ അത് വീഡിയോ എടുക്കണുണ്ട്. അതായിരിക്കും. പിന്നെ നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റും കിട്ടി, അതുകൊണ്ടാവും ചിലപ്പോ വീഡിയോക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലെ പോരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴി ഒന്ന് ശ്രദ്ധിക്കാം. അതെ, തിരൂർക്കാട് റോഡിന് നിങ്ങൾക്ക് പോവാം. ശ്രദ്ധിക്കാന്നല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. അതെ. അപ്പൊ നമ്മള് വീടെത്തിയിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ പുറത്താരും കാണണമെന്നില്ലല്ലോ. വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്. അച്ഛൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഫോണ് കണ്ടിട്ടാണ്, വീഡിയോ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിന്നുട്ടി ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, റോട്ടിൽ കൂടെ പോണവരൊക്കെ ഓളോട് ചോദിക്കുകയാണ് പൂക്കളിട്ട് കഴിഞ്ഞില്ലേ എന്താണ് ഇത്ര സംഭവ ബഹുലമായിട്ട് എടുത്തത് എന്നറിയില്ല. അതെങ്ങൾ യൂട്യൂബ് തുടങ്ങിയ വാവ്, ഇന്ന് മയിലാണല്ലോ. സൂപ്പർ സൂപ്പർ. നല്ല രസമുണ്ട്. ഉന്നിക്കേരി അല്ലെങ്കിൽ അമ്മായിമ്മ ക്ഷണിക്കണില്ല പറയട്ടോ. നല്ല രസമുണ്ട്. ഇതിന്റെ ആർട്ടിസ്റ്റുകൾ ആരാ വരച്ച്? നല്ല രസമുണ്ട്. ആ കേറ അമ്മ, നിങ്ങൾ എന്താ ഉണ്ടാക്കിയേച്ച്? അമ്മ ഒളിച്ചു നോക്കണ്. അല്ല, നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? അവര് തൊടാനേ പാടുള്ളൂ. അല്ലോ അതുപോലെ കണ്ട് ചുരുണ്ട് ഉണ്ടായില്ലേ. ഈനാവേച്ചി വലിയൊരു സാധനല്ലേ. മരപ്പട്ടീന്റെ കൂട്ടുകറിയുമ്പോ നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ റെയിലാണ്, അവിടെ നിന്നുള്ള കുറച്ച് വ്യൂസാണ്. ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കും. എവിടെ? ഇങ്ങനെ സെന്റർ മാത്രം ചെത്തിട്ട പോലെ. ആ, ട്രെയിൻ ഇപ്പോൾ വരും പറഞ്ഞിട്ട് ഹോണ് വന്നൊക്കെ പറഞ്ഞു. എവിടെ? ഞാൻ ഹോണൊന്നും കേട്ടില്ല. ഇപ്പോൾ വരുന്നു. വേറെ ആരോ വരുന്നുണ്ട്. ട്രെയിനൊന്നും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ പൊക്കവടിയും ഇതെന്താ ചിന്നുട്ടി ഇതൊക്കെ സോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സെറ്റാക്കി ചിന്നുട്ടിയാണ് കേട്ടോ. എന്താ തിന്നണേ? എന്താ അവസ്ഥ? ലോറിയോ വേണം പറഞ്ഞേന്ന്. ഇങ്ങനത്തെ ഓറിയന്റെ വേറെയാണോ ഞാൻ? ഹലോ ചേട്ടാ, എന്താ തിന്നണ്? എന്താ തിന്നണ്? എന്തിനാ ഞാൻ? നീ ചെറിയ കുട്ടിയല്ലല്ലോ. ചെറിയ കുട്ടിയല്ല അങ്ങനെ ഓടിക്കുക. പാർക്കിന്റെ കഥ പറഞ്ഞോ. സൂപ്പർ ആയിണ്ടാക്കട്ടെ. ഇവിടെ മുന്നിലോ? അമ്മേ സൂപ്പർ. എങ്ങനെ വെട്ടി? അച്ഛൻ്റെ കത്രികയുണ്ടോ? അങ്ങനെ തിരുവോണാഘോഷം ഏകദേശം കഴിയാറായി. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ.